ഹലോ വാട്സ്ആപ്പ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ ആദ്യം തന്നെ പറയാനുള്ളത് സ്വാതന്ത്ര്യദിന ആശംസകളാണ്. പിന്നെ എന്താ പറയണ്ടേ, ഇന്നലെ നമ്മുടെ കൂലി റിലീസായിരുന്നു. ഞങ്ങൾ എല്ലാരും കാണാൻ പോയി. കാണാൻ പോകാൻ ഒറ്റ റീസണേ ഉള്ളൂ, രജനീകാന്ത്. നമ്മുടെ ലിയോ വിക്രം എല്ലാം ഡയറക്റ്റ് ചെയ്ത നമ്മുടെ ലോകേഷ്, ഇവിടെ ഒരുത്ത കാണാൻ പോയത് മോണിക്കനെ കാണാൻ വേണ്ടി മാത്രം പോയത് ഇവൻ. പടത്തെ കുറിച്ച് വെച്ചാ എവിടെ കട്ടൊന്നുമില്ല, നമ്മൾ ഉള്ളത് തുറന്നു പറയത്തുള്ളൂ. ഓക്കെ, ഇവിടെ കള്ളോലെ ചതിയില്ല. എ സി ഇടാൻ ഫാൻ ഉണ്ട് വരും. അതിന്റെ ശബ്ദം കേൾക്കൂല്ലോ പറഞ്ഞൂടെ. എനിവേ റിവ്യൂ നമ്മൾ കണ്ടത് വെച്ചോക്കുമ്പോ ശരിക്കും പറഞ്ഞ ആവറേജ് എന്ന് പോലും പറയാനില്ല പടം. എന്റെ ഒപ്പീനിയനില് എല്ലാവരുടെയും മൈക്ക് പാസ് ചെയ്യും, അവന്മാരുടെ ഒപ്പീനിയൻ അവർ തന്നെ പറയും. എന്റെ ഒപ്പീനിയൻ എന്ന് പറഞ്ഞാൽ ഒരു ആവറേജ് പോലും എന്ന് പറയാൻ എനിക്ക് തോന്നിയിട്ടില്ല. എന്നുവെച്ചാ നാഗാർജുന കുറെ താരങ്ങളുണ്ട്, കന്നഡ, തെലുങ്ക്, അങ്ങനെ എല്ലാം ഉണ്ട്, തമിഴ്, മലയാളം എല്ലാം എന്ന് പറഞ്ഞാൽ കുറെ താരങ്ങളുണ്ട് സിനിമയിൽ. കന്നഡ, തെലുങ്ക്, മലയാളം ഒരു കാര്യമില്ല, ഒരു കാര്യമില്ല. എന്ന് പറഞ്ഞാ രജനീകാന്ത് എന്തോ ശ്രുതിഹാസൻ ആദ്യം തൊട്ട് അവസാനം വരെ ഈ ഒരു ആക്ഷൻ ഞങ്ങളും ആ ആക്ഷൻ തന്നെയായിരുന്നു. ഒന്നും മനസ്സിലായില്ല. കുറെ റിവ്യൂ കണ്ടു രാവിലെ തന്നെ. ശ്രുതിഹാസൻ ബെറ്റർ ആയിട്ട് സൂപ്പർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിനക്ക് എന്താ പറയാ ശ്രുതിഹാസിന്റെ ആക്ടിങ്ങിനെ പറ്റി? പറഞ്ഞോ, നിനക്ക് നിന്റെ ഒപ്പീനിയൻ പറ. ശ്രുതിഹാസന്റെ ശ്രുതിഹാസനറിയാത്തവൻ കഥ പറഞ്ഞു കൊടുക്കൊണ്ടിരുന്നു തോന്നേ. നമുക്ക് രജനീകാന്തിനെ അറിയാം. എടാ, കമലഹാസന്റെ മോള് അവളെ കുറിച്ച് അവളെ അയ്യുണ്ടായിട്ടല്ലേ വേണ്ട, ഇവര് ആരും ഒന്നും അറിയത്തില്ല. നീ നിനക്ക് ആ സിനിമ ശ്രുതിഹാസന്റെ ആക്ടിങ് കണ്ടിട്ടില്ല? ആ പെണ്ണ് അതിന്റെ മോളായിട്ട് അഭിനയിച്ച നിനക്ക് എന്താ അഭിപ്രായമുള്ളത്? നിനക്ക് ഞാൻ പറയാം. പറയും. ഇവർക്ക് ഇവിടെ വേറെ ഒത്തിരി മോണിക്കേരെ കെട്ടണം. ഇവന്മാരുടെ വിട്, ഇവന്മാരെ അയ്യോ വിട്. കമലഹാസന്റെ അമ്മായിപ്പനെ ഇങ്ങനെ പോയ തല്ലുകൂടെ കിട്ടും. എന്താ പറയണ്ട. പിന്നെ ഈ സിനിമയില് മര്യാദക്ക് ഒരു ക്യാരക്ടർ കിട്ടിയിട്ട് അത് മര്യാദക്ക് അഭിനയിച്ചെന്ന് പറയാനുള്ളത് സൗബിനും നമ്മുടെ എത്രക്കാരെ നഹി നമ്മുടെ സൗബിനും നാഗാർജുനാണ്. അവരുടെ ക്യാരക്ടർ പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനൊക്കെയാണ് കുറച്ചുകൂടെ നന്നായിട്ട് ചെയ്തിട്ടുള്ളൂ. പിന്നെ കഥ നോർമലി ഇത് തന്നെ എപ്പോഴും നമ്മൾ കാണുന്ന സ്റ്റോറി തന്നെയാണ് ഇതിനകത്ത് വീണ്ടും 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 വന്നത്. എനിക്ക് തോന്നുന്നു ഇത് ലോകേഷ് ചെയ്തതല്ല. ലോകേഷ് ചെയ്യുന്നതിനൊരു ഒരു സ്റ്റൈലുണ്ട്. ഇന്റർവെൽ പഞ്ച് നമ്മൾ മാസ്റ്റർ കണ്ടാലറിയാം, ലിയോ കണ്ടാലറിയാം, വിക്രം കണ്ടാലറിയാം. അത് ഇന്റർവെൽ പഞ്ച് എന്ന് പറയുന്നൊരു വല്ലാത്തൊരു ഇതാണ്, എക്സൈറ്റ്മെന്റ് ആയിട്ട് ഇരിക്കും. നമ്മൾ അടുത്ത് എന്താ നടക്കുന്നത് എന്ന് ഒരു ഇതിലേക്ക് നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവും. പക്ഷെ ഈ സിനിമയിൽ ഒരു ഇതുമില്ല. സത്യം പറഞ്ഞാൽ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. ഈ മരുന്ന് ഞാൻ തല്ലില്ല. അങ്ങനെയാണ് അതിന്റെ പോക്ക് ആ സിനിമയുടെ. ക്ലൈമാക്സില് ഒരു ഇമ്പാക്റ്റ് ആയിട്ട് നമ്മുടെ
അതായത് ഫാസിൽ അമീർക്ക് കാലിൽ മടക്കി ഫാസിൽ ഖാൻ ഉണ്ട്. അമീർ ഖാൻ വന്ന് നല്ല പവറിൽ പഞ്ചില് ബിജിഎമ്മില് എല്ലാരും ഒരു റോളക്സിന്റെ ഒരു എന്താ പറയാ, റോളക്സിന് അത്ര എത്തൂല എന്നാലും ഒരു ഇതില് വന്നു കഴിഞ്ഞപ്പോ ഒരു കോമാളിനെ പോലെയാണ് തിരിച്ചു പോയത്. ആ വരവ് 1.5 വരവായിരുന്നു. ഒന്നും പറയണ്ട. വിശ്വാസം കുറച്ച് ചോദിച്ചിട്ട് ഒന്നും പറയില്ല. അങ്ങനെയാണ് അതിന്റെ ഒരു പോക്ക്. സത്യം പറയാലോ, എനിക്ക് 5ന്റെ പൈസക്ക് ഒരു ഗുണം തോന്നിയില്ല. ലോകേഷ് എനിക്ക് ഒറ്റ കാര്യം പറയുള്ളൂ, ആ LC ഒന്ന് കംപ്ലീറ്റ് ആക്കും. ഇല്ലെങ്കിൽ ബാക്കിയുള്ളവരെല്ലാം മറന്നു പോവും. ഞാൻ LC പോവാന്ന പ്രതീക്ഷയാണ് ചെന്നത്, കിട്ടിയത് വേറെ എന്തോ. അതെ പുലിയെ പ്രതീക്ഷിച്ചു പോയത്. പുലി അവന്റെ ആടയില് പറയും പറഞ്ഞു ഇപ്പൊ പറഞ്ഞു തന്നെ മൈക്ക് പറ. ഒരിക്കൽ കൂടെ പറയാൻ പറ്റൂ. 2 വർഷം പറയാൻ പറ്റൂല. ഞങ്ങള് പുലിനെ പ്രതീക്ഷിച്ചു പോയി, പക്ഷെ കിട്ടിയത് എലീനെ. അതെ അതെ എന്ന് പറഞ്ഞു തന്നെ. ഒരു നിങ്ങൾക്ക് വേണമെങ്കിൽ സിനിമ പോയി കാണാം. കണ്ടല്ലോ സെറ്റ് പടം അങ്ങനെ കണ്ടു നോക്കും. മേക്കിംഗ് ഒക്കെ കൊള്ളാം. അനിരുദ്ധ് നന്നായിട്ട് വർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ബോറടി ഇല്ലാതെ സിനിമ ഒരു വട്ടമെങ്കിലും ഇരുന്ന് കാണാം. ആ BGM മ്യൂസിക്കും എല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമുക്കത് കാണാനൊരിതുണ്ട്. പക്ഷെ ആ മ്യൂസിക്കും ഇല്ലായിരുന്നെങ്കിൽ തീർന്നു പടം ഫ്ലോപ്പ്. ഒന്നും പറയാനില്ല, ഫ്ലോപ്പ് തന്നെയാണ്. മെയിൻ ഒരു കാര്യം കൂടി ഉണ്ട്. എനിക്കൊരു കാര്യം ഇതുവരെ മനസ്സിലായിട്ടില്ല. എനിക്കൊന്നും മനസ്സിലാവുന്നത് എനിക്കറിയാം. ഒരു കാര്യം ഇതുവരെ എനിക്ക് മനസ്സിലായി. കാരണം വെച്ചാൽ A സർട്ടിഫിക്കറ്റ് എന്തിനാണ് സിനിമയ്ക്ക് കൊടുത്തത്? വയലൻസ് ഉണ്ടായ ഓക്കെ, A സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഇന്നത്തെ എന്ത് വയലൻസാ ഉള്ളത്? നമ്മൾ സാധാ ഫിലിം എഴുതുന്ന വയലൻസ് പോലും ആ സിനിമയിൽ ഞാൻ കണ്ടിട്ടില്ല. പിന്നെ ന്യൂഡിലിറ്റി അങ്ങനെ എന്തെങ്കിലും സെക്ഷൽ ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിന് A സർട്ടിഫിക്കറ്റ് കൊടുക്കും. അങ്ങനെ ഒരു സാധനമേ എൻ്റെ അടുത്തില്ല. എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മോണിക്ക ആ സോങ് വന്നോണ്ടാണ് ഈ A സർട്ടിഫിക്കറ്റ് കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. അല്ലാതെ ആ സർട്ടിഫിക്കറ്റിന് ഒരു ആവശ്യമില്ല സിനിമയില്. ഒരു വയലൻസ് ആയിട്ടൊരു സീനേ ഇല്ല എൻ്റെ അകത്ത്. ഒരു കാര്യമില്ലാതാണ് വെറുതെ A സർട്ടിഫിക്കറ്റ് അങ്ങ് കൊടുത്തു. എന്ത് ഉണ്ടാക്കാമാനാന്ന് എനിക്കറിയത്തില്ല. ഇത് എന്റെ അഭിപ്രായമാണ്. നമ്മുടെ അഭിപ്രായമാണ്. അങ്ങനെ നീ നിങ്ങൾക്ക് വേണമെങ്കിൽ പോയി സിനിമ കാണും. നിങ്ങൾ കാണും, തിയേറ്ററിൽ പോയി കാണും. എന്നിട്ട് നിങ്ങൾ തന്നെ പറ എങ്ങനെ ഉണ്ടെന്ന്. അത് കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കണ്ടവരുണ്ടെങ്കിലേ ആ സിനിമയെ കുറിച്ച് അഭിപ്രായം കമന്റിൽ. അപ്പൊ അടുത്ത വീഡിയോ വരുന്നേരം ബൈ.